ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ പറയുന്ന വചനങ്ങൾ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല. കാരണം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്ന ലോകത്തെ വിധിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് എണ്ണി എണ്ണി നമ്മളോട് പ്രതികാരം ചെയ്യാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ചെയ്ത പാപത്തിന് ശിക്ഷ കിട്ടില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ എൻ്റെ വരവിന്റെ മെയിൻ ഉദ്ദേശത്താണ് അത് ലോകത്തെ വിധിക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ രക്ഷിക്കുക. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഈശോ പറയുകയാണ്. ഇന്നത്തെ സുവിശേഷഭാഗം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് നോമ്പുകാലത്തിന്റെ അവസാനത്തെ 2 ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലരും തന്നെ കുമ്പസാരിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈശോയുടെ ഈ വചനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഞാൻ വന്നിരിക്കുന്ന ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഉദാശകളുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്, ചില സൽകൃത്യങ്ങളുണ്ട്, നോമ്പുകാലത്തിലെ ചില പരിഹാര കൃത്യങ്ങളുണ്ട്. ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് നിന്നെ രക്ഷിക്കാനാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന രക്ഷ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ രക്ഷ പ്രാപിക്കാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.